ഇങ്ങനെ ഇത്തരം മാധ്യമങ്ങളിലൂടെ നമുക്ക് പരസ്പരം അറിയാനും അതുപോലെ തന്നെ ഇത്തരം അറിവുകൾ പങ്കുവെക്കാനും അത് മനസ്സിലാക്കാനും അതോടുള്ള നമുക്കുള്ള സംശയങ്ങൾ ഉയർന്നു വരാനും അത് ദൂരീകരണത്തിനും ഒക്കെ സാധിക്കുന്നൊരു പ്രതലമായിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിനെ കാണുന്നത്. എന്നാലും മുരളിയേട്ടൻ പറഞ്ഞ വളരെ ഒരുപാട് കാര്യങ്ങൾ രണ്ടാം പടിയെ പറ്റിയുള്ളൊരു ധാരണ നമ്മളെ കൂട്ടുകാർക്കൊന്നും എനിക്കും കിട്ടിക്കഴിഞ്ഞു. പക്ഷേ അതിൽ വളരെ ശരിയാണ് മുരളിയേട്ടാ. അപ്പോൾ ഒന്നാം പടി എന്ന് പറയുമ്പോൾ എൻ്റെ ഭാഷയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്നാം പടി എന്ന് പറയുന്നത് മദ്യത്തിന് മുമ്പിൽ ശക്തീകരണമെന്ന് ഞങ്ങൾ സമ്മതിച്ചു. ഞങ്ങളുടെ ജീവിതം നിയന്ത്രണമായിപ്പോയി. അത് ശരിക്കും പ്രാക്ടീസ് അല്ല, അത് നമ്മൾ എനിക്ക് തോന്നുന്നതാണ് എൻ്റെ വലിയ ഇതാണ്. അത് പടികൾ പ്രാക്ടീസ് ചെയ്യാന്ന് പറയുമ്പോൾ ഒന്നാം പടി എന്ന് പറയുന്ന സാധനം നമ്മൾ ദിവസേന കൊണ്ട് നടക്കേണ്ട ഒരു പ്രതിഭാസമാണ്, ആ ഒരു ചിന്തയാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഓരോ പ്രവൃത്തിയിലും നമ്മൾ ആ ഒരു ഒന്നാം പടീൻ്റെ ആദ്യ ഭാഗം മദ്യത്തിന് മുമ്പിൽ ശക്തീകരണമെന്ന് ഞങ്ങളെ സംബന്ധിച്ചു. ആ സമ്മതം ത്തോടുകൂടി തന്നെ ഗ്രൂപ്പിലേക്ക് ഗ്രൂപ്പിലിരുന്ന് അതോടുകൂടി നമ്മൾ ഗ്രൂപ്പിലിരുന്ന് കഴിഞ്ഞ് ഗ്രൂപ്പിൻ്റെ ലായി. പിന്നെ ഗ്രൂപ്പിലായതിനു ശേഷമാണ് നമുക്ക് ദൈവം എന്ന് പറയുന്ന ഒരു സാധനം നമ്മളെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഈ പലപ്പോഴും എന്നെപ്പോലുള്ളൊരു മദ്യാസക്തി, ഞാനൊരു സാധാരണ ഒരു ദൈവത്തിനുള്ള വിശ്വാസിയല്ലാത്ത ഞാനാണ്. ആദ്യം കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്നെല്ലാം നമ്മളൊക്കെ പറയും. പിന്നെ എല്ലാം കൂടി ദൈവം എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അലർജിയാണ്. ആ ഒരു അലർജിയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവമേ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടും. ഗ്രൂപ്പിലിരിക്കുമ്പോൾ ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഒരു പരിപാടിയാണെങ്കിൽ ഞാനില്ലാന്ന് വിചാരിച്ചിട്ട് എത്രയോ ആളുകൾ ഇപ്പോഴും മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട്. മീറ്റിംഗ് ലിസ്റ്റിൻ്റെ മുകളിൽ പ്രാർത്ഥന അടിച്ചിട്ട് ദൈവമേ മാറ്റുമ്പോൾ മീറ്റിംഗ് ലിസ്റ്റ് വലിച്ചു ചാടിയ മദ്യാസക്തനെ എനിക്കറിയാം, നേരിട്ട് നമുക്ക് അനുഭവത്തിലുള്ളതാണ്. അപ്പോൾ ഈ ദൈവത്തിനെ ഉൾക്കൊള്ളുവാനും അതിനകത്ത് ഓൾറെഡി ദൈവവിശ്വാസത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. ഇപ്പോൾ എന്നെപ്പോലുള്ള ആദ്യം തന്നെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഈ മദ്യപാന കാലഘട്ടത്തിൽ തന്നെ ദൈവത്തിനെ നിഷേധിക്കുന്നൊരു വ്യക്തി എന്നുള്ള ഒരു മദ്യാസക്തന് ഗ്രൂപ്പിൽ പോയി ഇരുന്നിട്ട് ദൈവമേ എന്നുള്ള പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ തുടങ്ങും അസ്വാസ്ഥ്യം. അപ്പോൾ പിന്നീട് നമ്മളിത് മനസ്സിലാക്കാൻ ശ്രമിക്കണമെങ്കിൽ ഇത്തരം സാധനങ്ങളും അതുമായി ബന്ധപ്പെട്ട ആളുകളോടുള്ള സംശയ നിവാരണങ്ങളും ഒക്കെ ആകുമ്പോൾ വളരെ അധികം നമുക്ക് പുരോഗതി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എൻ്റെ സെറ്റ് ഞാൻ ഒരു മനുഷ്യൻ എന്ന നിലക്ക് എൻ്റെ സെറ്റിൽ ഞാനത് ഡൗൺലോഡ് ചെയ്താണ്. ദൈവം എന്നുള്ള സാധനം ആ ആപ്ലിക്കേഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്ത്, എൻ്റെ ആപ്ലിക്കേഷനേ ഇല്ലേനു എൻ്റെ ശരീരത്തിൽ. നമ്മളത് ഡൗൺലോഡ് ചെയ്ത് ആ ഡൗൺലോഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന്, രണ്ടാമത്തെ പടിയിൽ തന്നെ ഞങ്ങൾ സുബോധവാനൊക്കെ ഞങ്ങളെക്കാൾ വലിയൊരു ശക്തിക്ക് മാത്രമേ, എന്താണ് വലിയ ശക്തി ആ സാധനത്തിലുള്ള, അത് മാത്രമല്ല അതിലുള്ള പദങ്ങളിലുള്ള ഭയങ്കര ഒരു മാജിക്കുകളാണ്. കാരണം ഞങ്ങളെക്കാൾ വലിയ ഒരു ശക്തിക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് വിശ്വസിക്കുവാൻ തുടങ്ങി. ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുവാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, വിശ്വസിക്കാൻ തുടങ്ങുന്നു. അതാണ് ഭയങ്കര അങ്ങനത്തെ പദങ്ങളിൽ ഓരോ അക്ഷരങ്ങളിലും ഓരോരോ സാധനങ്ങളിലും നമ്മളെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മഹത്വം അതാണ്. ആ ഒരു സാധനം അതെ ഭയങ്കര സംഗതി. അത് എത്ര പറഞ്ഞാലും എന്തോ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര അങ്ങനെ പറയുന്ന ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ അറിയാനുള്ള ആൾക്കാരുമായിട്ട് അറിയുമ്പോൾ വല്ലാത്തൊരു സംഭവം തരാം. വിശ്വസിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ഇച്ഛകളും ജീവിതവും ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചാളൂ. വിട്ടുകൊടുത്തിട്ടില്ല എന്നതിൽ വരുന്നുണ്ട്. അതൊക്കെ അന്ന് രസം. നമ്മളെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. വിട്ടുകൊടുത്തോ? ഇല്ല. അപ്പോൾ വിട്ടുകൊടുക്കാൻ തീരുമാനിക്കൽ തന്നെ, ഞാനിപ്പോൾ എൻ്റെ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സാധനം ഞാൻ വിൽക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പകുതി വിൽപ്പന നടന്നു. പക്ഷേ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ വരണം. അതിൻ്റെ വില ക്ലിയർ ആവണം. അത് ചില ഇനി ആൾക്കാർക്ക് കൊടുക്കില്ല എന്ന് വിചാരിച്ച അയാൾ വന്നാൽ കൊടുക്കില്ല. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങളില്ലേ, അല്ല അതിൻ്റെ സാഹചര്യം വേണോ. അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ വിചാരിക്കുന്ന ഇപ്പോൾ വേറൊരു വഴിയിൽ പൈസ ഒക്കെ വന്നാൽ ഇപ്പോൾ വിൽക്കുന്നില്ല എന്നും തീരുമാനിക്കും. അതുപോലെയാണ് ഈ സാധനം. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു, വിശ്വസിക്കുവാൻ തുടങ്ങി. ആ പദങ്ങൾക്ക് തന്നെ വിശ്വസിക്കുവാൻ തുടങ്ങി. വിശ്വസിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ നേരത്തെ നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ഒരാൾ പറഞ്ഞ പോലെ എല്ലാം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൂട്ടായ്മേൻ്റെ ആവശ്യമില്ല. വിശ്വാസമൊക്കെ വന്ന് എല്ലാം വിട്ടുകൊടുത്തു, എല്ലാ സംഭവം ചെയ്ത് കഴിഞ്ഞ് മദ്യാസക്തനാണെന്നുള്ള ഒരു മറ്റൊരു ശക്തിയാണെന്ന് സമ്മതിക്കുകയും ചെയ്ത് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൂട്ടായ്മയുടെ ആവശ്യമില്ല. അപ്പം ദിവസേന ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മ ആവശ്യം വരുന്നത് ഇതൊക്കെ പ്രവൃത്തിപഥത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, വരുത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മളെക്കാൾ വലിയ ശക്തി
എനിക്കൊരു പുതിയ ഒരു സാധനം, എനിക്ക് എന്നേക്കാൾ വലിയ ശക്തി, ഞാൻ ഒറ്റക്കല്ല, നേരത്തെ മുല്ലേട്ടൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്, ഒറ്റക്കല്ല, എനിക്ക് പല കാര്യങ്ങൾ തീരുമാനിക്കുവാനും പലതും എനിക്കൊരു ആളുണ്ട്, എന്നേക്കാൾ വലിയൊരു ശക്തിയുണ്ട്. ആ ശക്തിക്ക് വിട്ടുകൊടുത്തതിൽ നമ്മൾ പിന്നെ ഒരു സാധനം വിട്ടുകൊടുത്തിട്ട് പിന്നെ അതിൽ നിന്ന് കുറച്ചും എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഭാഗം എടുക്കുന്നൊന്നും പറയുന്നത് ശരിയില്ലല്ലോ. അതുകൊണ്ട് അയാൾ തീരുമാനിക്കുന്നത് എന്തൊക്കെ നടത്തണം, ഞാൻ എപ്പോഴൊക്കെ ഇതാണോ, എപ്പോഴൊക്കെ ഗ്രൂപ്പ് പോകണം, എന്തൊക്കെ ഇന്ന് ജോലിയുണ്ടോ, നാളെ ജോലിയില്ലേ, അങ്ങനെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന അയാളാണ്. അയാൾ തീരുമാനിക്കുന്നത്, അയാൾ വിട്ടു. അപ്പോൾ നല്ലൊരു സുഖമുണ്ട്, നമുക്കൊരു ആശ്വാസം, ഒരു സ്വാതന്ത്ര്യം തന്നെ വരുന്നുണ്ട്. നമുക്കൊരു സ്വാതന്ത്ര്യം, ഒരു പുതിയൊരു മുതലാളി, പുതിയൊരു ശക്തി, അതൊരു സാധനം വലിയ സംഭവം തന്നെയാണ് സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം.